കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായ വൻ വിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ച അതാത് വാർഡുകളിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ ആദരിക്കലും ഓരോ വാർഡിലെയും തെരഞ്ഞെടുപ്പ് അവലോകനവും സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. യോഗത്തിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നിയുക്ത പ്രസിഡന്റായി UDF തെരഞ്ഞെടുത്ത N ഉണ്ണീൻകുട്ടിയെ K മുഹമ്മദ് മാസ്റ്റർ പ്രഖ്യാപിച്ചു. കരുവാരകുണ്ട് പഞ്ചായത്തിൽ മുമ്പെങ്കും കാണാത്ത വിധമുള്ള UDFന്റെ കെട്ടുറപ്പിനും തെരഞ്ഞെടുപ്പിലെ വമ്പിച്ച വിജയത്തിനും ചുക്കാൻ പിടിച്ച UDFന്റെ ചെയർമാൻ MP വിജയകുമാർ, കൺവീനർ MK മുഹമ്മദ് അലി, വർക്കിംഗ് കൺവീനർ V ആബിദലി എന്നിവരെ UDYF പഞ്ചായത്ത് കമ്മിറ്റി മെമ്മന്റോ നൽകി ആദരിച്ചു. 21 വാർഡുകളിൽ UDF നേടിയ വിജയത്തെക്കുറിച്ചും 3 വാർഡുകളിലേറ്റ പരാജയത്തെക്കുറിച്ചും അതാത് വാർഡുകളിലെ പ്രവർത്തകർ യോഗത്തിൽ അവലോകനം നടത്തി. K മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. MP വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. V ആബിദലി, MK മുഹമ്മദ് അലി, മുജീബ്, ജാഫർ പെരിയാരത്ത്, B നിസാം എന്നിവർ പ്രസംഗിച്ചു. N ഉണ്ണീൻകുട്ടി മറുപടി പ്രസംഗം നടത്തി. P ഇമ്പിച്ചിക്കോയത്തങ്ങൾ, PK നാസർ, അയൂബ് മേലടത്ത്, AK അംസക്കുട്ടി, റഷീദ് കുട്ടത്തി, KP അലക്സാണ്ടർ എന്ന കുഞ്ഞപ്പൻ, ബഷീർ ആജി, യൂസഫ് കുരിക്കൽ, ഇംതിയാസ് ബാബു, B ഷബീർ അലി, നൌഷാദ് കുരിക്കൽ, സബാദ്, ഖാദർ വാടയിൽ എന്നിവർ സംബന്ധിച്ചു. സഹായവും അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സീമമായ പ്രവർത്തനങ്ങളൊക്കെ നന്ദിപൂർവ്വം പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എളിയ പ്രവർത്തകർ എന്ന നിലക്ക് ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി ഇതിന്റെ പ്രവർത്തകർ എന്ന നിലക്ക് ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി കാണുകയാണ്. 24 വാർഡുള്ളതിൽ 21 വാർഡിലും നമ്മൾ വിജയിച്ച് 21 മെമ്പർമാരെ നമ്മുടെ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്തയച്ചു. നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഒപ്പം നമുക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇത് കരുവാരകുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാഴ്ചപ്പാടുകൾ കഴിഞ്ഞ ഭരണസമിതി ഇവിടെ ഭരിച്ചപ്പെട്ടായ ബുദ്ധിമുട്ടുകൾ 5 വർഷം, ഒരു 10-15 വർഷക്കാലം നമ്മുടെ ഒരു വികസന മുരടിപ്പ് നാട്ടിലുണ്ടായി. നമുക്ക് കിട്ടേണ്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചു പിടിക്കണം എന്നതാണ് നമ്മളൊക്കെ ഉദ്ദേശം. മാത്രമല്ല, നമ്മളെ ഈ അധികാരം ഏൽപ്പിച്ച ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് പുറമെ നമുക്ക് വോട്ട് ചെയ്ത ആയിരങ്ങളുണ്ട്. ഇവരൊക്കെ ഇത് ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹത്തിനും അവരെ താല്പര്യത്തിനും അവരെ ഉദ്ദേശത്തിനും അനുസരിച്ച് നമ്മൾ ഉയർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ഉത്തരവാദിത്വം കൂടി വരാൻ പോകുന്ന 5 വർഷം നമുക്കുണ്ട് എന്നും കൂടി ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ വാർഡ് വിഭജനം വന്നപ്പോൾ സത്യത്തിൽ എല്ലാവരും അന്തം വിട്ടുപോയി. സത്യത്തിൽ അത് ആളുകളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാക്കി. അതോടൊപ്പം UDFന്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഉയർത്തെഴുന്നേറ്റു. ഈ വേദിയിലിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഈ സദസ്സിലിരിക്കുന്ന ആളുകളാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇത്തരം ഒരു വിജയം UDFന് ഉണ്ടാക്കി കൊടുത്തു. നമുക്കറിയാം, ഓരോ വാർഡിലുള്ള പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ രീതികൾ. ഇത്രയും അടുക്കും ചിട്ടയും എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. ഇത്രയും അടുക്കും ചിട്ടയിലും UDF പ്രവർത്തിച്ച ഒരു കാലഘട്ടം. മുന്നിൽ നിന്ന് ആരുടെ ഒരു നിർദ്ദേശവുമില്ലാതെ തന്നെ വാർഡുകളിൽ ഇറങ്ങി ഓരോ വാർഡിലും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ 2, 3, 4 പ്രാവശ്യമൊക്കെ വീട് കയറിയിട്ടാണ് ഇത്രയും വലിയൊരു വിജയം നമുക്കുണ്ടാക്കിയത്. UDFന് തിളക്കമാർന്ന ഒരു വിജയം ഉണ്ടാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വിജയശില്പികളാണ് ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. വാർഡ് തലങ്ങളിൽ വളരെ കൃത്യമായും ചിട്ടയായുമുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അവരെ പഞ്ചായത്ത് UDF കമ്മിറ്റി അനുമോദിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് എന്ന് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, CPMന്റെ 5 വർഷത്തെ ഭരണകാലത്തിനിടയിൽ അവർക്ക് ജയിക്കാവുന്ന തരത്തിൽ വാർഡുകളെ വെട്ടിമുറിച്ച് കൂട്ടിച്ചേർക്കലുകൾ നടത്തി അവരൊരു മത്സരത്തിന് ഒരു വിജയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ അവര് ഒരു പോരാട്ടത്തോടുകൂടി, ഒരു പോരാട്ട വീര്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കണ്ടപ്പോൾ UDF
വളരെ മുമ്പേ തന്നെ ഐക്യത്തോടുകൂടി ഒരു മനസ്സായി, ഒരു ശരീരമായി, ഒറ്റക്കെട്ടായി, ചിട്ടയായ പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ തുടക്കം കുറിച്ചത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇലക്ഷനാണ് 27-ാം തീയതി നടക്കാൻ പോകുന്നത്. പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ അഭിനന്ദനായ പ്രസിഡന്റ് കെ ഉണ്ണിക്കുട്ടി സാഹിബിനെയാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തീരുമാനിച്ചിട്ടുള്ളത്. സന്തോഷകരമായ വിവരം UDF കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ചരിത്രത്തിൽ ഇതുപോലൊരു കുടുംബയോഗം നടന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിട്ടില്ല. കാരണം UDF ശക്തമാണ് എന്നുള്ളതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് 24 വാർഡും ജയിച്ചിപ്പിച്ചെടുക്കാനുള്ള ഒരു സാധ്യത നമുക്കുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ചില സ്ഥലങ്ങളിലൊക്കെ BJP മറ്റുള്ള വീട്ടിൽക്കുന്ന് BJP വോട്ട് മറിച്ചത് കൊണ്ടാണ് നമ്മളവിടെ പരാജയപ്പെട്ടത്. അങ്ങനെ കുറഞ്ഞതല്ലാതെ 24 വാർഡ് പിടിക്കാനുള്ള സാധ്യത നമുക്കുണ്ടായിരുന്നു. അതിന് എന്റെ സഹോദരിമാരെ പ്രത്യേകം അഭിനന്ദിക്കാൻ വഴിയില്ല. കാരണം ഓരോ കുടുംബങ്ങളിലും സ്ത്രീകളുടെ ഒരു വലിയ ഇതാണുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ചെയർമാൻമാരോടും കൺവീനർമാരും ഇതുപോലെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, കരുവാരകുണ്ടിൽ UDF ഒന്നിച്ചാൽ 24 വാർഡും നമുക്ക് അടുത്ത ഘട്ടത്തിൽ പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. തുടക്കം കുറിച്ച ഫയർ സ്റ്റേഷനും സബ് സ്റ്റേഷനും നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഈ ഭവന ലൈഫ് വാൻ പദ്ധതി നമ്മൾ ഉണ്ടാക്കിയതാണ് അല്ലെ. നമ്മളാണ് അതിന്റെ അപേക്ഷ ക്ഷണിച്ചുള്ളത്. നമ്മൾ ഒരുപാട് ADS അംഗങ്ങളൊക്കെ ഇതിലുണ്ട്. നമ്മളാണ് അതിന് ഉള്ളത്. അപ്പൊ അത് നമ്മൾ പൂർത്തീകരിച്ചു കൊണ്ടുപോകണം. പുതിയ അപേക്ഷ നമ്മൾ വെക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയില്ല. വാർഡുകളിൽ അടുത്ത ദിവസം തന്നെ പോയി കോർ കമ്മിറ്റി ഉണ്ടാക്കി നമ്മൾ UDF ശക്തമാണെങ്കിൽ നമ്മളെ തകർക്കാൻ കരുവാരകുണ്ട് പഞ്ചായത്ത് അല്ലെ. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാല് ഒരു കാലത്ത് UDF വിള്ളൽ വരാൻ പാടില്ല. ഇതിനുവേണ്ടി 24 വാർഡിലും പ്രവർത്തിച്ചവരെ എന്തുകൊണ്ട് ജയിച്ചു, എന്തുകൊണ്ട് തോറ്റു? സന്ദേശം സിനിമയിൽ ശങ്കരാടി ഇന്നലെ മരിച്ച ശ്രീനിവാസനും കൂടി നടത്തിയ ഒരു ഡയലോഗും ഒരു സീനും നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. എന്തുകൊണ്ടാണ് തോറ്റത് എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ജയിച്ചത്? 21 വാർഡിൽ എങ്ങനെ നമ്മൾ ജയിച്ചു? അതാണ് ഇവിടെ നമ്മൾ അവലോകനം ചെയ്തത്. 3 വാർഡിൽ എങ്ങനെ തോറ്റു അതും ഇവിടെ പറഞ്ഞു. ഒരു പാർട്ടിയെ സംബന്ധിച്ച്, ഒരു മുന്നണിയെ സംബന്ധിച്ച് അത് അതിന്റെ ഒരു പ്രധാന ഘടകമാണ്. അതാണ് ഇവിടെ UDF കമ്മിറ്റി നടത്തിയത്. UDF കമ്മിറ്റിക്ക് UDYF മൊമെന്റോ കൊടുത്തതിൽ വളരെയധികം അഭിമാനമുണ്ട്. അതിന് പങ്കെടുത്ത ഒരാള് സ്ഥാനാർത്ഥിയാണെങ്കിലും പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിലും മുൻ UDFന്റെ ചെയർമാൻ എന്ന നിലയിലും അതിലെനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ആ UDYFനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാം. 8 വാർഡിൽ UDF അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. UDFന്റെ പഞ്ചായത്ത് നേതൃത്വം അവസാന അവലോകനത്തിൽ 16 മുതൽ 18 സീറ്റ് വരെയാണ് UDF പ്രതീക്ഷിച്ചിരുന്നത്. ആ 18 സീറ്റിന്റെ പുറത്ത് 3 സീറ്റ് നമ്മൾ ജയിച്ചു. അങ്ങനെയാണ് 21 ആയത്. അതിൽ മത്സരിച്ച് ജയിച്ചതും കേരളം ഒട്ടുക്കും UDF ജയിച്ചിട്ടുണ്ട്. അതും ഇവിടെ ഒരു ഘടകമാണ്. നമ്മൾ മാത്രം പ്രവർത്തിച്ചതല്ല. ഇവിടെ പ്രധാനമായ 2-3 ഘടകം. ഒന്ന് UDFന്റെ ഐക്യം. UDF സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ, സാധാരണ പഞ്ചായത്തുകൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ആലോചന പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്, റിബൽ ശല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല. എല്ലാം ഒരു സ്മൂത്തായി കഴിഞ്ഞു പോയി. അതുപോലെ തന്നെ UDF ഒറ്റക്കെട്ട. UDFൽ ഒരാൾ അവിടെ വിലങ്ങ് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി പരിഹരിക്കേണ്ടി വന്നിട്ടില്ല. അത് വലിയ കാര്യമായി. പിന്നെ 5 കൊല്ലത്തെ CPMന്റെ ഭരണസമിതിയുടെ പോരായ്മകൾ അത് നമുക്ക് വലിയ ആക്കം ചെയ്തു. 10 കൊല്ലത്തെ പിണറായിയുടെ ഭരണം കേരളത്തിൽ മൊത്തം ആക്കം ചെയ്തു. 30 കൊല്ലമായി മുനിസിപ്പൽ കമ്മിറ്റി, മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന CPMനെ മാറ്റി നിർത്തി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി UDF പിടിച്ചു. മലപ്പുറം ജില്ലയിലെ 94 പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിൽ. ഇതിൽ 4 പഞ്ചായത്തിലാണ് CPM ഉള്ളത്. കഴിഞ്ഞ 20-ല് 26 പഞ്ചായത്തിൽ CPM ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ 4 പഞ്ചായത്തിൽ മാത്രമാണ് CPM ഭരണസമിതിയുള്ളത്. 90 പഞ്ചായത്തിലും UDFന്റെ ഭരണസമിതിയാണ്. മുനിസിപ്പാലിറ്റി അങ്ങനെയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെയാണ്, ജില്ലാ പഞ്ചായത്തിൽ
ഈ 94 പഞ്ചായത്തിനെ പ്രതികരിച്ച 33 വാർഡിൽ ഒരാൾ പോലും CPM ജയിച്ചിട്ടില്ല. അപ്പൊ കേരളത്തിൽ ജയിച്ചിട്ടുണ്ട്, മലപ്പുറം ജില്ലയിൽ വിശിഷ്യ ജയിച്ചിട്ടുണ്ട്. അതിന് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം കാരണമായിട്ടുണ്ട്. കരുവാരക്കുണ്ടിൽ നമ്മുടെ ഭരണവിരുദ്ധ വികാരം, നമ്മുടെ ഐക്യവും കാരണമായിട്ടുണ്ട്.